കേരളം എന്ന് കേട്ടാലോ തിളക്കണം ചോര ഞരമ്പുകളിൽ എന്നാർപ്പുപടിയ മഹാകവി വള്ളത്തോളിന്റെ കാവ്യശലകങ്ങൾ അലയടിച്ച മലയാള നാട്ടിൽ കറുത്തവരും വെളുത്തവരും അവർണ്ണനും സവർണ്ണനും ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും ഇന്ത്യയിൽ ആദ്യമായി പൗരത്വ നിയമ ഭേദഗതി നടപ്പാക്കില്ല എന്ന് പ്രഖ്യാപിച്ചത് ഇടതുപക്ഷം ഭരിക്കുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. നമസ്കാരം, ചാനൽ 10 വാർത്തകളിലേക്ക് സ്വാഗതം. പൗരത്വ ഭേദഗതി ബിൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യമുയർത്തി LDYF പെരിന്തൽമണ്ണ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ്, സ്ഥാനാർത്ഥി V വസീഫ്, LDYF നേതാക്കൾ തുടങ്ങിയവർ ഉൾപ്പെടെ നൂറുകണക്കിന് പേർ അണിനിരന്ന നൈറ്റ് മാർച്ച് അങ്ങാടിപ്പുറം പോളിടെക്നിക് കോളേജ് പരിസരത്ത് നിന്ന് ആരംഭിച്ച് പെരിന്തൽമണ്ണ കോടതിപ്പടിയിൽ സമാപിച്ചു. കേന്ദ്ര സർക്കാരിന്റെ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ പ്രതിഷേധം വ്യാപകമാവുകയാണ്. പൗരത്വ ഭേദഗതി ബിൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യമുയർത്തി LDYF പെരിന്തൽമണ്ണ മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച നൈറ്റ് മാർച്ചിൽ നൂറുകണക്കിന് പേരാണ് പങ്കെടുത്തത്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ്, സ്ഥാനാർത്ഥി V വസീഫ് എന്നിവർ നൈറ്റ് മാർച്ചിൽ പങ്കെടുത്തു. അങ്ങാടിപ്പുറം പോളിടെക്നിക് കോളേജ് പരിസരത്ത് നിന്ന് ആരംഭിച്ച നൈറ്റ് മാർച്ചിൽ LDYF നേതാക്കളും പ്രവർത്തകരും ഉൾപ്പെടെയുള്ളവർ അണിനിരന്നു. നൈറ്റ് മാർച്ച് പെരിന്തൽമണ്ണ കോടതിപ്പടിയിൽ സമാപിച്ച ശേഷം നടന്ന പ്രതിഷേധ സംഗമം മന്ത്രി MP രാജേഷ് ഉദ്ഘാടനം ചെയ്തു. മതനിരപേക്ഷ ഇന്ത്യയെ മതാധിഷ്ഠിത ഇന്ത്യയാക്കി മാറ്റാനുള്ള സംഘപരിവാർ നീക്കത്തിനെതിരെ ശക്തമായ പ്രതിരോധം ഉയരണമെന്നും രാജ്യത്ത് ആദ്യമായി പൗരത്വ നിയമം നടപ്പാക്കില്ലെന്ന് പ്രഖ്യാപിച്ചത് ഇടതുപക്ഷം ഭരിക്കുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണെന്നും മന്ത്രി MP രാജേഷ് പറഞ്ഞു. മതം പൗരത്വത്തിന്റെ മാനദണ്ഡമായിരുന്നില്ല, ഇപ്പോൾ മതം പൗരത്വത്തിന്റെ മാനദണ്ഡമാക്കി മാറ്റുകയാണ്. ഇത് ഇന്ത്യ എന്ന ആശയത്തിനെതിരാണ്, ഭരണഘടനയ്ക്കെതിരാണ്. അതുകൊണ്ടാണ് ഇടതുപക്ഷം പൗരത്വ നിയമ ഭേദഗതി അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഉയർത്തുന്നത്. മതനിരപേക്ഷവാദികളാകെ പൗരത്വ നിയമത്തെ എതിർക്കുന്നത് ഇത് ഭരണഘടനാ വിരുദ്ധമാണ് എന്നതുകൊണ്ടാണ്. ഇന്ത്യയിൽ ആദ്യമായി പൗരത്വ നിയമ ഭേദഗതി നടപ്പാക്കില്ല എന്ന് പ്രഖ്യാപിച്ചത് ഇടതുപക്ഷം ഭരിക്കുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. അതുവഴി ഇന്ത്യക്കാകെ കേരളം വഴി കാണിക്കുകയാണ്. ഭരണഘടനാ വിരുദ്ധമായ പൗരത്വ നിയമ ഭേദഗതി നടപ്പാക്കില്ല എന്ന് രാജ്യത്ത് ആദ്യമായി പ്രഖ്യാപിച്ചതിലൂടെ രാജ്യത്തിന് വഴി കാണിക്കുന്ന നാടായി ഈ കൊച്ചു കേരളം മാറിത്തീർന്നിരിക്കുന്നു. ഭരണഘടനയ്ക്കെതിരായതുകൊണ്ടാണ് എല്ലാവരും നിയമത്തെ എതിർക്കുന്നത്. സ്വതന്ത്രാനന്തര ഇന്ത്യയിൽ ആദ്യമായാണ് മതം അടിസ്ഥാനമാക്കി പൗരത്വം നൽകാൻ നീക്കം നടക്കുന്നത്. തെരഞ്ഞെടുപ്പിന് മുമ്പ് വിജ്ഞാപനം ഇറക്കിയത് മത ധ്രുവീകരണത്തിലൂടെ വോട്ട് നേടാനുള്ള സംഘപരിവാർ തന്ത്രമാണെന്നും MP രാജേഷ് കൂട്ടിച്ചേർത്തു. ആ പൗരത്വ നിയമ ഭേദഗതിയുടെ ചട്ടങ്ങൾ പൊതു തെരഞ്ഞെടുപ്പിന്റെ തൊട്ടുമുമ്പായി വിജ്ഞാപനം ചെയ്തതിലൂടെ രാജ്യത്ത് ധ്രുവീകരണം സൃഷ്ടിക്കുക എന്നതാണ് സംഘപരിവാറും മോദി ഭരണകൂടവും ലക്ഷ്യം വയ്ക്കുന്നത്. ഇതോടുകൂടി പൗരത്വത്തിന്റെ അടിസ്ഥാനം മതമാക്കി മാറ്റുകയാണ്. മതനിരപേക്ഷ ജനാധിപത്യ ഇന്ത്യയിൽ കഴിഞ്ഞ 3/4 നൂറ്റാണ്ട് കാലം LDF സ്ഥാനാർത്ഥി V വസീഫ്, LDYF നേതാക്കളായ K ശ്യാംപ്രസാദ്, E ഷിജിൽ, ഷാഹിദ്, KT നൌഫൽ, M മുർഷിദ്, K ഹരിമോൻ എന്നിവർ നൈറ്റ് മാർച്ചിന്റെ സമാപന സംഗമത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു. ACV ന്യൂസ്, പെരിന്തൽമണ്ണ. സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ പണിക്കൂലിയില്ലാതെ തന്നെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാനിതാ ഒരു സുവർണാവസരം. കൂടാതെ വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ ഓഫറുകളും 2% മുതൽ അഡ്വാൻസ് ബുക്കിംഗോടുകൂടി 2.5% മുതൽ മേക്കിംഗ് ചാർജിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം. കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തൂ സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ. സ്കൈ ഗോൾഡ്, പെരിന്തൽമണ്ണ, നിലമ്പൂർ, പൊന്നാനി, പൂനെ.